സോ മൈ ഡിയർ കുട്ടീസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 31st January ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ശ്രദ്ധിക്കുക എല്ലാവരും. എ സാമ്പിൾ ഓഫ് CaCO3 and MgCO3 weighted 2.21 is ignited to a constant weight of 1.152. The composition of the mixture എന്ന് പറഞ്ഞാൽ എത്ര CaCO3 ഉണ്ട്, എത്ര MgCO3 ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഇതിനെ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞുതരാം. നമ്മുടെ സംബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് CaCO3 ഇഗ്നൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പോണന്റ് CaO പ്ലസ് എന്ത് കിട്ടും, CO2 എന്ന് പറയുന്ന കമ്പോണന്റ് കിട്ടും. അതേസമയം അടുത്തതായിട്ട് തന്നുള്ളത് MgCO3 ആണ്. MgCO3 നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ MgO പ്ലസ് എന്ത് കിട്ടി മക്കളെ, CO2 എന്ന് പറയുന്ന കോമ്പോണന്റ് കിട്ടി. ഇസ് ഇറ്റ് റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ CaCO3 നമുക്ക് ടോട്ടൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സാമ്പിൾ ഓഫ് CaCO3 ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കണേ. എ സാമ്പിൾ ഓഫ് CaCO3 ആൻഡ് MgCO3 വെയിങ് 2.21 gram ഈസ് ഇഗ്നൈറ്റഡ്. രണ്ടിന്റെയും കൂടി വെയിറ്റ് എത്ര വരുന്നത് 2.21 ആണെങ്കിൽ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ CaCO3 ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. CaCO3 മാസിനെ ഞാൻ എക്സ് ഗ്രാം എന്നെടുക്കുകയാണെങ്കിൽ MgCO3 മാസ് ടോട്ടൽ 2.21 ആണ്. 2.21 മൈനസ് എക്സ് എന്ന് പറയുന്ന ഗ്രാം എന്ന് പറയുന്ന വാല്യൂലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. രണ്ടിന്റെയും മാസ് നമ്മൾ എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു. ഇസ് ഇറ്റ് റൈറ്റ്? ഇനി ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് ഡയറക്ട്ലി ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ശ്രദ്ധിച്ചു എല്ലാവരും. നമുക്ക് പറയാൻ പറ്റും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മോൾസ് ഓഫ് CaCO3 is equal to മോൾസ് ഓഫ് CaCO3 എന്തിന് ഈക്വൽ ആയിരിക്കും മക്കളെ, മോൾസ് ഓഫ് CaO ക്ക് ഈക്വൽ ആയിരിക്കും. മോൾസ് ഓഫ് CaCO3 is equal to മോൾസ് ഓഫ് CaO. Is it right? Moles of CaCO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ഞാൻ അതിന്റെ ഗിവൺ മാസ് നമുക്ക് എക്സ് ആണെന്നുള്ളത്, എക്സ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. CaCO3 മോളാർ മാസ് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. മോളാർ മാസ് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി 100 ആണ് എന്നുള്ളത്. സോ എക്സ് ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് CaO. മോൾസ് ഓഫ് CaO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗിവൺ മാസ് ഞാൻ W ഡിവൈഡഡ് ബൈ അതിന്റെ മൊളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CaO. കാൽഷ്യത്തിന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ട്, 40. ദെൻ ഓക്സിജൻ എത്ര വരുന്നുണ്ട്, 16. 14ഉം 16ഉം വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടി, 56 എന്ന് പറയുന്ന വാല്യൂലോട്ട് എത്തി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു പോയിന്റ് എന്താ മക്കളെ, വെയിറ്റ് ഓഫ് CaO എത്ര മക്കളെ കിട്ടുക, വെയിറ്റ് ഓഫ് CaO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 56 എന്ന് പറയുന്ന വാല്യൂലോട്ട് എന്ത് കിട്ടി, വെയിറ്റ് ഓഫ് CaO കിട്ടി. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഞാൻ അവിടെ കൺസിഡർ ചെയ്യാണ്. അത് അവിടെ നിൽക്കട്ടെ. വെയിറ്റ് ഓഫ് CaO എന്ന് പറയുന്നതിന്റെ വാല്യൂ എനിക്ക് അവിടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് കൊടുത്തിട്ടുള്ള കാര്യം കൂടി ശ്രദ്ധിക്കാം. ഞാൻ രണ്ടാമത് പറയുന്നത് മോൾസ് ഓഫ് ഏത് മക്കളെ, ഇനി രണ്ടാമത് കൊടുത്തുള്ള കാര്യം ശ്രദ്ധിക്കുക. മോൾസ് ഓഫ് MgCO3 എന്തിന് ഈക്വൽ ആയിരിക്കും, നേരത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മോൾസ് ഓഫ് MgCO3 എന്തിന് ഈക്വൽ ആയിരിക്കും, മോൾസ് ഓഫ് MgO. സോ മോൾസ് ഓഫ് MgCO3 ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് എന്തിന് ഈക്വൽ ആ മക്കളെ, മോൾസ് ഓഫ് MgO ക്ക് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് MgCO3 മോൾ എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് 2.21 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ അതിന്റെ മൊളാർ മാസ് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് 84. ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് MgO എന്ന് പറഞ്ഞാൽ അതിന്റെ ഗിവൺ വെയിറ്റ് ഡിവൈഡഡ് by molar weight. Mg യുടെ mass 24 plus 16, that is 40. So we can say weight of MgO is equal to 2.21 minus x divided by 84 into 40 എന്ന് പറയുന്ന വാല്യൂലോട്ട് നമുക്ക് അതിന്റെ എന്ത് ചെയ്തു, വെയിറ്റ് എത്തി. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടി ശ്രദ്ധിക്കണം. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത്, is ignited to a constant weight of 1.152. അപ്പം അതിൽ ഇഗ്നൈറ്റ് ചെയ്തപ്പോഴുള്ള ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1.152 ആണ്. ദാറ്റ് മീൻസ് വി ക്യാൻ സേ വെയിറ്റ് ഓഫ് CaO plus weight of MgO is equal to 1.152 എന്ന് പറയുന്ന വെയിറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ how can we write this one, that is x divided by 100 into 56 plus 2.21 minus x divided by 84 into
40 is equal to 1.152 എന്ന് പറയുന്ന വാല്യൂലോട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്തു എത്തി. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെയിറ്റ് ഓഫ് MgCO3യും അതേസമയം നമുക്ക് നെക്സ്റ്റ് വെയിറ്റ് ഓഫ് ഏത് കണ്ടുപിടിക്കാൻ പറ്റും, CaCO3യും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ വാല്യൂ കിട്ടും. സോ ഇവിടെ നമ്മൾ ഇത് ചെയ്ത് നോക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്യുന്ന സമയത്ത് യു ആർ ഗെറ്റിംഗ് എക്സ് വാല്യൂ ഇസ് ഈക്വൽ ടു 1.1886 ഗ്രാം എന്ന് കിട്ടുന്നു. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ കൊടുത്തുള്ളത്, എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുത്തുള്ളത് മാസ് ഓഫ് CaCO3യുടെ മാസ് ആണ്. അപ്പൊ നമുക്ക് ഇസ് ഈക്വൽ ടു, അപ്പൊ ഇതിന്റെ എന്താണ് സംഭവം കിട്ടിയത്, വെയിറ്റ് ഓഫ് CaCO3 നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്തു, ഓൾറെഡി കിട്ടി. വെയിറ്റ് ഓഫ് CaCO3 എത്രയാണ്, 1.1886 ആണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് വെയിറ്റ് ഓഫ് എന്ത് കണ്ടുപിടിക്കണം, വെയിറ്റ് ഓഫ് MgCO3 കണ്ടുപിടിക്കണം. വെയിറ്റ് ഓഫ് MgCO3യുടെ വാല്യൂ 2.21 മൈനസ് എക്സ് ആണ്. സോ 2.21 മൈനസ് 1.1886 ചെയ്യുക. സോ 2.21 മൈനസ് 1.1886 ചെയ്യുന്ന സമയത്ത് 1.0214 ഗ്രാം എന്ന് പറയുന്ന വാല്യൂലോട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങളെ ആൻസർ എന്ത് ചെയ്യുന്നു, വരുന്നു. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് വാല്യൂ 1.1886ഉം 1.0214 ഗ്രാമും വരുന്ന ഓപ്ഷൻ ഏതാ വരുന്നത് മക്കളെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത് അല്ലെ. CaCO3യുടെ മാസും അതേസമയം MgCO3യുടെ മാസും കറക്റ്റ് വരുന്നത് ഏതാണ്, ഓപ്ഷൻ എ ആണ്. ഈസ് ഇറ്റ് റൈറ്റ്? പ്യുവർലി നമ്മുടെ സം ബേസിക് കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പം ഇതേ ടൈപ്പ് പ്രോബ്ലം നിങ്ങൾ അടുത്ത ഷിഫ്റ്റ്, നമ്മളിപ്പം ജാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്രിൽ ഫേസിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളൊക്കെ എന്ത് ചെയ്യണം, ഒന്നുകൂടി വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ എക്സാമിന് പോകാൻ. ഇപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആണോ എന്നുള്ളത് പെർഫെക്റ്റ്ലി നോക്കുക. ആദ്യം പറഞ്ഞ കാര്യം, ഈ CaCO3നെയും MgCO3നെയും ഇഗ്നൈറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ബിക്കം COO MgO എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടുന്നു. രണ്ടിന്റെയും വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.21 ആണ്. അപ്പൊ CaCO3യുടെ മാസ് ഞാൻ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ MgCO3യുടെ മാസ് കിട്ടുന്നു. ഇനി മോൾസ് ഓഫ് CaCO3 മോൾസ് ഓഫ് CaO ഈക്വൽ ആണെങ്കിൽ അതിന് വെയിറ്റ് ഓഫ് CaO കണ്ടുപിടിക്കുന്നു. അതേസമയം വെയിറ്റ് ഓഫ് MgO കണ്ടുപിടിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നു, ക്വസ്റ്റ്യനിൽ പറയുന്നു ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വെയിറ്റ് കിട്ടുന്നത് 1.152 ആ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇവിടെ CO2ന്റെ മാസിലെ CO2 എന്ന് പറയുന്ന സാധനം ഗ്യാഷസ് സ്റ്റേറ്റിലാണ്, അത് എന്ത് ചെയ്തു, റിലീസ് ചെയ്ത് പോയി. പിന്നെ അതിന്റെ മാസ് എന്ത് ചെയ്യേണ്ട, ഇഗ്നൈറ്റ് ചെയ്തതിനു ശേഷം എന്തിന്റെ മാസ് മാത്രമേ ഉണ്ടാവുള്ളൂ, മാസ് ഓഫ് CaO ഉണ്ടാവുള്ളൂ. അപ്പൊ ആ CaOനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ CaOനെയും MgOനെയും റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്. അപ്പൊ നമ്മൾ പറയുന്നു, ആ CaOനെയും MgOന്റെയും മാസ് ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രണ്ടിന്റെ മാസാണ് ആക്ച്വലി എത്ര വരുന്നത്, 1.152 എന്ന് പറയുന്ന വാല്യൂലോട്ട് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് CaCO3 ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മാസ് ഓഫ് ഏത് കണ്ടുപിടിക്കാം, MgCO3 കണ്ടുപിടിക്കാം. ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഈസ് ഇറ്റ് റൈറ്റ്? Is it clear? So now let's go to the next question.